പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗണ്ടിക്കോട്ട സന്ദർശനത്തിനു ശേഷം ഞാൻ തിരിച്ച് ജമലമഡ്ഗുവിലെത്തി താടിപത്രിയിലേക്ക് ബസ് കയറി. 2.5 മണിക്കൂർ സമയത്തെ യാത്രയ്ക്കു ശേഷം വൈകുന്നേരം 8:30 താടിപത്രി ബസ് സ്റ്റാൻഡിൽ ഞാൻ എത്തിച്ചേർന്നു. ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ഡോർമെട്രിയിൽ രാത്രി വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ താടിപത്രിയിലുള്ള ഒരു പള്ളിയും ഒരു അമ്പലവും സന്ദർശിച്ചു. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ യാത്രകളോടൊപ്പം ചേരുമല്ലോ. രാവിലെ 6 മണിക്ക് തന്നെ താടിപത്രിയിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചിന്താല വെങ്കടരമണസ്വാമി ക്ഷേത്രത്തിലേക്ക് നടത്തം ആരംഭിച്ചു. വീട്ടുമുറ്റങ്ങൾ ചാണകം മെഴുകി കളം വരയ്ക്കുന്ന തിരക്കിൽ ആയിരുന്നു ഗ്രാമീണർ. പലരും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പ്രധാന പരിപാടി വീട്ടുമുറ്റത്തെ കളം വരയ്ക്കൽ ആണ്. ഏകദേശം 6:30 ഞാൻ അമ്പലമുറ്റത്ത് എത്തി. ചിന്താല വെങ്കടരമണസ്വാമി ക്ഷേത്രം വിഷ്ണുവിൻ്റെ ഒരു രൂപമായ വെങ്കിടേശ്വരനെ സമർപ്പിച്ചിരിക്കുന്ന ഒരു വൈഷ്ണവ ക്ഷേത്രമാണ്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്ത് പെമ്മസാനി തിമ്മനായിഡു രണ്ടാമൻ്റെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശമായിരുന്നു താടിപത്രി. ഗണ്ടിക്കോട്ട ഭരിച്ചിരുന്നതും ഇദ്ദേഹം ആയിരുന്നു. തൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന ദേശത്തിൻ്റെ അതിർത്തിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗണ്ടിക്കോട്ടയിലെ മാധവരായ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനു ശേഷം നിർമ്മിച്ച ക്ഷേത്രമാണ് ഇത്. അതിമനോഹരമായ ഈ ക്ഷേത്രം ദ്രാവിഡ വാസ്തുശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. കൊത്തുപണികൾ ചെയ്ത തൂണുകളും കൽചക്രങ്ങളുള്ള രഥത്തിൻ്റെ ആകൃതിയിലുള്ള ഗരുഡ മണ്ഡപവും വിവിധ മറ്റ് മണ്ഡപങ്ങളും എല്ലാം വളരെ മനോഹരമാണ്. രാമായണത്തിലെ കഥകൾ ചിത്രീകരിക്കുന്ന കറുത്ത ഗ്രാനൈറ്റ് ശില്പങ്ങൾക്കും കൊത്തുപണികളുടെ രൂപങ്ങൾക്കും ഏറെ പ്രശസ്തമാണ് ഈ ക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ക്ഷേത്രത്തെ ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഞാൻ വരും വഴിയിൽ വെച്ച് കണ്ട ക്രൈസ്റ്റ് കിങ് ചർച്ച് ലക്ഷ്യമാക്കി നടത്തം തുടർന്നു. വളരെ മനോഹരവും ലളിതവുമായ നിർമ്മാണ ഘടനയുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയം. ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ സൂചിപ്പിക്കുന്ന കിരീടം പള്ളിയുടെ മുഖവാരത്ത് നിർമ്മിച്ചിട്ടുണ്ട്. പള്ളിയോട് ചേർന്ന് തന്നെ 3 നിലകളുള്ള മണിമാളിക സ്ഥിതി ചെയ്യുന്നു. 1939 ആണ് കർണൂൽ രൂപതയുടെ കീഴിൽ ഈ ലത്തീൻ ഇടവക പള്ളി രൂപീകൃതമായത്. പള്ളിയുടെ അൾത്താര വളരെ ലളിതമായ ശൈലിയിൽ ഉള്ളതാണ്. ഇടതുവശത്ത് ഉണ്ണിയേശുവിനെ കയ്യിലെടുത്തിരിക്കുന്ന മാതാവിൻ്റെ രൂപവും വലതുവശത്ത് ക്രിസ്തുരാജിൻ്റെ രൂപവും ഉണ്ട്. പള്ളിമുറ്റത്ത് ഒരു ഗ്രോട്ടോയും ക്രൂശിത രൂപവും ഉണ്ട്. പള്ളിയുടെ മുന്നിലുള്ള കുരിശുപള്ളി വേളാങ്കണ്ണി മാതാവിനാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പള്ളിയിൽ കുറച്ചു സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ച ശേഷം ഞാൻ തിരിച്ച് താടിപത്രിയിലേക്ക് നടന്നു. താടിപത്രിയിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. എല്ലാവരും സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പമുള്ള യാത്രകളിൽ പങ്കുചേരുക. നന്ദി.